ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ തൃശൂർ DCCയിൽ KPCCയുടെ ഉപസമിതിയുടെ തെളിവെടുപ്പ് ആരംഭിച്ചു. KC ജോസഫ്, R ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് എന്നിവർ അടങ്ങിയ മൂന്നംഗ സമിതിയാണ് തെളിവെടുപ്പ് നടത്തുന്നത്. TN പ്രതാപനും മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം DCC ഓഫീസിന് മുന്നിൽ TN പ്രതാപനെതിരെ ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കിരൺ കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, ഈ പ്രതിഷേധം അങ്ങനെ പോസ്റ്റർ രൂപത്തിൽ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയെന്നും ഒരറ്റത്ത് മറ്റ് കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടും പ്രശ്നങ്ങൾ അന്വേഷിച്ചുകൊണ്ടുമുള്ള തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ മൂന്നംഗ സമിതിയുടെ തെളിവെടുപ്പ് പുരോഗമിക്കുക? വീണ, അല്പസമയം മുമ്പാണ് KPCCയുടെ ഉപസമിതി തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. മൂന്നംഗ സമിതിയുടെ തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കളായിട്ടുള്ള KC ജോസഫ്, T സിദ്ദിഖ്, ഒപ്പം തന്നെ INTUC നേതാവ് R ചന്ദ്രശേഖരൻ അടക്കമുള്ള 3 പേരാണ് ഇന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട ചില നേതാക്കളെ വിളിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന, അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെയെല്ലാം തന്നെ ഈ തെളിവെടുപ്പിനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ DCC ഓഫീസിൽ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ DCC പ്രസിഡന്റായി ചുമതലയേറ്റ VK ശ്രീകണ്ഠനും മുൻ DCC പ്രസിഡന്റ് ജോസ് K വള്ളൂര്, ഒപ്പം TN പ്രതാപൻ അടക്കമുള്ള നേതാക്കളും ഈ തെളിവെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും സമഗ്രമായ തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ KC ജോസഫ് ഇങ്ങോട്ട് DCC ഓഫീസിലേക്ക് എത്തിയ സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ തെളിവെടുപ്പ് അത് ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നുള്ള കാര്യം കൂടി നേരത്തെ VK ശ്രീകണ്ഠനും വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ DCCക്ക് മുന്നിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. DCC ഓഫീസിലും ഒപ്പം പ്രസ് ക്ലബിൻ്റെ സമീപത്തായിട്ടാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഈ പോസ്റ്ററുകളിൽ പറയുന്ന ഒരു ആവശ്യം TN പ്രതാപനെതിരായിട്ട് നടപടി വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇന്നത്തെ പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത്. TN പ്രതാപനാണ് ഒറ്റുകാരൻ, സംഘപരിവാറിൻ്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഒപ്പം മണലൂര് കണ്ട് പനിക്കേണ്ട പ്രതാപ എന്നടക്കമുള്ള വാക്കുകളാണ് ഇന്ന് പതിപ്പിച്ചിട്ടുള്ള പോസ്റ്ററുകളിൽ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ TN പ്രതാപനെതിരെ നടപടി വേണം എന്നുള്ളൊരു ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇന്ന് ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചതിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരല്ല, ചില ഭാഗ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിൽ തന്നെയാണ് ഈ VK ശ്രീകണ്ഠൻ അടക്കമുള്ള ആളുകൾ. അദ്ദേഹം നേരത്തെ ഇത് സൂചിപ്പിച്ചത്, ഇത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല മറ്റുള്ളവർ ഈ സാഹചര്യം മുതലെടുത്ത് കൊണ്ട് പോസ്റ്ററുകൾ പതിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും VK ശ്രീകണ്ഠനും പറഞ്ഞത്. ഇത് പാർട്ടി പ്രവർത്തകരല്ല, അച്ചടക്ക നടപടി, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നടപടികൾ ഉണ്ടാകും എന്ന് നേരത്തെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം ഈ വിഭാഗീയത ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിരുന്നു. ഈ പോസ്റ്റുകൾ പിൻവലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ VK ശ്രീകണ്ഠൻ അറിയിച്ചിരുന്നത്. ഏതായാലും ഈ ഇത്തരത്തിൽ പാർട്ടി നടപടികൾ ഒരു ഭാഗത്ത് തുടരുന്നതിനിടയിൽ തന്നെയാണ് വീണ്ടും പോസ്റ്റർ യുദ്ധം ഈ തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. വീണ, ശരി കിരൺ.